അമേരിക്കയുടെ ചരിത്രപ്രസിദ്ധമായ 250-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ രാജ്യം മുഴുവൻ വൻ ജനപങ്കാളിത്തത്തോടെയാണ് ആഘോഷിക്കപ്പെട്ടത്. തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ കാൽനൂറ്റാണ്ട് തികയുന്ന ഈ സുവർണ നിമിഷത്തെ വരവേൽക്കാൻ ആകാശത്ത് കരിമരുന്ന് പ്രയോഗത്തിന്റെ വിസ്മയ കാഴ്ചകളാണ് ഒരുക്കിയിരുന്നത്. എന്നാൽ ആഘോഷങ്ങളുടെ ആവേശമടങ്ങിയപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വലിയ ദുരന്തത്തെയാണ് അമേരിക്കയിലെ വൻ നഗരങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പടക്ക കമ്പട്ടുകൾക്ക് ശേഷം രാജ്യം സാക്ഷ്യം വഹിച്ചത് കനത്ത പുകമഞ്ഞിലും വായുമലിനീകരണത്തിലും ശ്വാസം മുട്ടുന്ന നഗര കാഴ്ചകൾക്കാണ്. തലസ്ഥാനമായ വാഷിംഗ്ടൺ DC, ഡെട്രോയിറ്റ്, ലോസ് ആഞ്ചലസ് തുടങ്ങിയ അമേരിക്കയിലെ ഒട്ടുമിക്ക പ്രമുഖ മെട്രോപൊളിറ്റൻ നഗരങ്ങളും ആഘോഷങ്ങൾക്ക് തൊട്ടു പിന്നാലെ കനത്ത പുകപടലങ്ങളാൽ മൂടപ്പെട്ടു. ഔദ്യോഗികമായി സംഘടിപ്പിച്ച വൻകിട കരിമരുന്ന് പ്രയോഗങ്ങൾക്ക് പുറമെ പൊതുജനങ്ങളും സ്വകാര്യ വ്യക്തികളും വലിയ തോതിൽ പടക്കങ്ങൾ പൊട്ടിച്ചതോടെ ആകാശം ഒന്നടങ്കം പുകയാൽ മൂടപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ നഗരങ്ങളിലെ വായു ഗുണനിലവാര സൂചിക അതീവ അപകടകരമായ നിലയിലേക്ക് കുതിച്ചുയർന്നു. ലക്ഷക്കണക്കിന് പടക്കങ്ങൾ ഒരേ സമയം ആകാശത്ത് പൊട്ടിത്തെറിച്ചതോടെ വായുവിലെ സൂക്ഷ്മ മലിനീകരണ കണികകളുടെ അളവ് സാധാരണ പരിധിയേക്കാൾ പല മടങ്ങ് വർദ്ധിച്ചു. ശ്വാസകോശത്തിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ ശേഷിയുള്ള ഈ വിഷപ്പുക കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് നഗരവാസികളിൽ ഉണ്ടാക്കിയത്. ആഘോഷങ്ങളുടെ പിറ്റേന്ന് രാവിലെ ഉണർന്നെണീറ്റ് ജനങ്ങൾ കണ്ടത് സൂര്യപ്രകാശം പോലും മറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നഗരങ്ങളെ വിഴുങ്ങിയ കനത്ത പുകമഞ്ഞാണ്. ഈ വായുമലിനീകരണത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് മിഷിഗണിലെ പ്രമുഖ നഗരമായ ഡെട്രോയിറ്റ് ആണ്. പടക്ക കമ്പക്കെട്ടുകൾ കഴിഞ്ഞ മണിക്കൂറുകൾക്കകം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട പ്രധാന നഗരമായ ഡെട്രോയിറ്റ് താൽക്കാലികമായി മാറി. അന്താരാഷ്ട്ര തലത്തിൽ വായു മലിനീകരണത്തിൽ മുൻപന്തിയിൽ നിൽക്കാറുള്ള മറ്റാഗോള നഗരങ്ങളെ പോലും പിന്നിലാക്കിക്കൊണ്ടാണ് ഡെട്രോയിറ്റ് വായു ഗുണനിലവാരത്തിൽ ഏറ്റവും മോശം അവസ്ഥയിലെത്തിയത്. സമാനമായ രീതിയിൽ തന്നെ തലസ്ഥാന നഗരിയായ വാഷിംഗ്ടൺ DCയും ലോസ് ആഞ്ചലസിന്റെ വിവിധ ഭാഗങ്ങളിലും വായുവിന്റെ ഗുണനിലവാരം അതീവ ഹാനികരമായ മേഖലയിലേക്ക് രേഖപ്പെടുത്തപ്പെട്ടു. ഹോളിവുഡ് നഗരമായ ലോസ് ആഞ്ചലസിന്റെ ആകാശം സാധാരണയായി പുകമഞ്ഞിനാൽ മൂടാറുണ്ടെങ്കിലും ഇത്തവണത്തെ പടക്കപ്പുക സൃഷ്ടിച്ച പ്രതിസന്ധി മുൻ വർഷങ്ങളേക്കാൾ വളരെ കൂടുതലായിരുന്നു. നഗരത്തിലെ റഡാറുകളിലും എയർ ക്വാളിറ്റി മാപ്പുകളിലും ചുവപ്പും കടും ചുവപ്പും നിറങ്ങളാണ് മലിനീകരണത്തിന്റെ തീവ്രത കാണിച്ച് തെളിഞ്ഞു നിന്നത്. സാഹചര്യം അതീവ ഗുരുതരമായതിനെ തുടർന്ന് നഗരങ്ങളിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ ആസ്മയോ ഉള്ളവർ എന്നിവർ ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്ന് അധികൃതർ കർശനമായി ആവശ്യപ്പെട്ടു. കനത്ത പുകമഞ്ഞ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നതിനാൽ ജനങ്ങളോട് വീടിന് പുറത്തുള്ള കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും പൂർണ്ണമായും പരിമിതപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ 250-ാം വാർഷികം മുൻനിർത്തി ട്രംപ് ഭരണകൂടം വളരെ വലിയ രീതിയിലുള്ള വിനോദ പരിപാടികളാണ് രാജ്യത്തുടനീളം ആസൂത്രണം ചെയ്തിരുന്നത്. അമേരിക്ക 250 എന്ന ഈ മെഗാ ആഘോഷത്തിന്റെ ഭാഗമായി ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വലിയതുമായ കരിമരുന്ന് പ്രയോഗങ്ങളാണ് നഗരങ്ങളിൽ അരങ്ങേറിയത്. ഭരണകൂടത്തിന്റെ ഈ വലിയ ആവേശത്തിന് ഒടുവിൽ പ്രകൃതി നൽകിയ തിരിച്ചടിയായാണ് ഈ വായു മലിനീകരണത്തെ പരിസ്ഥിതി പ്രവർത്തകർ കാണുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശത്ത് വിസ്മയം തീർത്ത പല പടക്കങ്ങളിലും കടുത്ത രാസവസ്തുക്കളും ലോഹങ്ങളും അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവ പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ പുക എളുപ്പത്തിൽ അന്തരീക്ഷത്തിൽ നിന്നും മാറിപ്പോയില്ല. പ്രത്യേകിച്ച് കാറ്റിന്റെ വേഗത കുറവായിരുന്ന പല നഗരങ്ങളിലും ഈ വിഷപ്പുക രാവിലെ കഴിഞ്ഞിട്ടും മണിക്കൂറുകളോളം നിലത്തു തന്നെ തങ്ങി നിന്നു. ഇത് ജനങ്ങൾക്ക് കാഴ്ച മങ്ങുന്നതിനും റോഡ് ഗതാഗത തടസ്സങ്ങൾക്കും കാരണമായി. അമേരിക്കയിലെ പ്രമുഖ വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഈ കനത്ത പുകമഞ്ഞിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രശസ്തമായ വലിയ കെട്ടിടങ്ങളും സ്മാരകങ്ങളും പുകയിൽ പൂർണ്ണമായും മറഞ്ഞുപോയ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. രാജ്യം കൈവരിച്ച വലിയൊരു ചരിത്ര നേട്ടത്തിന്റെ ആഘോഷം ഒടുവിൽ പരിസ്ഥിതിക്ക് വലിയൊരു ആഘാതമായി മാറിയത് പലരിലും കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സംഭവം വരും വർഷങ്ങളിൽ അമേരിക്കയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ രീതികളെ കുറിച്ച് വലിയ പുനർവിചിന്തനത്തിന് വഴി തുറക്കുമെന്നുറപ്പാണ്. വലിയ തോതിൽ പുകയുണ്ടാക്കുന്ന പരമ്പരാഗത പടക്കങ്ങൾക്ക് പകരം ലേസർ ഷോകളും ഡ്രോൺ പ്രദർശനങ്ങളും കൂടുതൽ വ്യാപകമാക്കണമെന്ന ആവശ്യത്തിന് ഇപ്പോൾ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. പല ആധുനിക നഗരങ്ങളും പരിസ്ഥിതി സൗഹൃദപരമായ ആഘോഷങ്ങളിലേക്ക് മാറുമ്പോൾ അമേരിക്ക ഈ വലിയ നാഴികക്കല്ലിൽ പഴയ രീതികൾ അവലംബിച്ചത് വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പരിസ്ഥിതി മലിനീകരണ മാപ്പുകളിൽ അമേരിക്കൻ നഗരങ്ങൾ ഒന്നടങ്കം കരിപ്പുകയിൽ മുങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ വരും ദിവസങ്ങളിലും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. വികസനവും ആഘോഷങ്ങളും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ജൂലൈ 4 ആഘോഷം മാറിക്കഴിഞ്ഞു. വായുവിന്റെ ഗുണനിലവാരം പൂർണ്ണമായും സാധാരണ നിലയിലാകാൻ ഇനിയും കുറച്ചു ദിവസങ്ങൾ കൂടി എടുത്തേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന സൂചന.